പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ എന്നെ തന്നെ നിങ്ങളുടെ മുൻപിൽ എൻ്റെ കാര്യങ്ങൾ എന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ കുടുംബത്തിലെ 2 മക്കളുടെ മകനാണ്. മൂത്ത സഹോദരി എന്നെ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ പുരോഹിതവേദ, അതായത് ആത്മീയവേദയ്ക്ക് വിടാമെന്ന് നേർന്നു. എന്നാൽ എനിക്ക് ഓർമ്മയായപ്പോൾ തൊട്ട് എൻ്റെ മാതാവ് പറഞ്ഞത്, എടാ നിന്നെ അച്ചപ്പെട്ടത് നേർന്നതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഇല്ല, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ജീവിതം നയിച്ച ഒരു പയ്യനാണ്. ചെറുപ്പത്തിലെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി സ്കൂളിൽ പോവുക, തിരിച്ചു വരിക, വീട്ടിൽ പറയുന്ന ജോലി ചെയ്യുക. പിന്നെ ചെയ്യുന്ന തെറ്റ് കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ അല്പനേരത്തേക്ക് പോവും. അതെൻ്റെ മാതാവിന് ഇഷ്ടമില്ലായിരുന്നു. മാതാവിൻ്റെ അന്ധവിശ്വാസം ഒറ്റ മോൻ നന്നായി വരത്തില്ല. അതിന് ഒരു നിഴൽ എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. നിഴലെന്ന് പറഞ്ഞാൽ ഒരു കാഴ്ച, ഒരു ഉദാഹരണം എൻ്റെ അടുത്ത് വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ്, നീ അവനെ പോലെ ആകത്തുള്ളൂ എന്നാണ്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, എന്തുകൊണ്ട് എൻ്റെ അമ്മ എന്നെക്കുറിച്ച് അങ്ങനെ പറയുന്നു, ഞാൻ അതിന് തക്കതായിട്ട് എന്ത് ചെയ്യുന്നു. സ്കൂളിൽ പോയാൽ തിരിച്ചു വരും, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും, അല്പസമയം കൂട്ടുകാരുടെ കൂടെ പന്ത് കളിക്കാനോ പാൻറ് കളിക്കാനോ പോവും. അതേ ഉള്ളായിരുന്നു. എൻ്റെ തെറ്റ് ചെയ്ത് പിക്ചർ കാണാനോ സീറ്റ് പഠിക്കാനോ കള്ളു കുടിക്കാനോ പോകത്തില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ പിക്ചർ കാണത്തില്ല. പിക്ചർ ലാക്ക് ചെയ്തു, പിക്ചർ പിടിച്ചു. പക്ഷെങ്കിൽ ഇപ്പോഴും ഞാൻ പിക്ചർ കാണാൻ എൻ്റെ ടെലിവിഷന് മുന്നേരിക്കത്തില്ല. ഞാൻ മദ്യപിക്കുമായിരുന്നു, ഇപ്പോഴും വല്ലപ്പോഴും മദ്യപിക്കും. കാരണം ഞാൻ എന്നെ തന്നെ മറന്നിരുന്നു. ഓരോന്ന് കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവചരിത്രം മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കാനായിട്ട്, അല്ലാതെ വേറൊന്നിനും വേണ്ടിയല്ല. ഇന്നും അധ്വാനിച്ച് 77 വയസ്സുള്ള ഞാൻ അധ്വാനിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഓരോ കാര്യത്തിലും പുരയിടത്തിൽ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് വൈകിട്ട് വരുമ്പോൾ എനിക്ക് കിട്ടുന്നത് എൻ്റെ പുറകിൽ ജാസൂസ്, അതായത് എന്നെ നിരീക്ഷിക്കാനായിട്ടുള്ള ആൾക്കാരെയാണ്. പോട്ടെ, പറയുന്നില്ല. ഇനിയും അത് വിട്ടേക്ക്. ഞാൻ പറയുന്നത്, ഉൽപ്പത്തി, ദൈവം ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യന് വേണ്ടുന്ന എല്ലാ സംഗതികളും ലോകത്തിൽ സൃഷ്ടിച്ചു. ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അനന്തരം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. അവർക്ക് സമുദ്രത്തിന് മേലുള്ള മത്സ്യങ്ങളുടെ മേലും ആകാശങ്ങളുടെ പർവ്വജാതികളുടെ മേലും മൃഗങ്ങളുടെ മേലും സർവ്വഭൂമിയുടെ മേലും ഭൂമിയിൽ എരിയുന്ന എല്ലാ ഇഴജാതികളുടെ മേലും അധികാരം ഉണ്ടായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി വർദ്ധിച്ചു പെരുകി ഭൂമിയെ അധീനമാക്കുകയും. അപ്പോൾ ദൈവം ഏതായാലും ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു, അവരെ അനുഗ്രഹിച്ചു. എങ്കിലും 2-ാം അധ്യായത്തിൽ പറയുന്നു, മനുഷ്യന് അനുയോജ്യമായ തുണ വേണമെന്ന്. അതെങ്ങനെ സംഭവിച്ചു നിങ്ങൾക്ക് വല്ലതും പറയാമോ?
ലോകത്തിൽ നിന്നല്ല. ഇന്ന് ഏതെങ്കിലും ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർക്കോ മത നേതാക്കന്മാർക്കോ ഫാദർ ആമയിൽ ഡോക്ടറേറ്റുള്ള ഒരുപാട് പേരുണ്ട്, കണിയാന്മാരുണ്ട്, എല്ലാവരുമുണ്ട്. അവർക്ക് പറയാമോ എന്തുകൊണ്ട് ദൈവം മനുഷ്യന് അനുയോജ്യമായ തുണിയെ കണ്ടെത്തുവാൻ നോക്കിയത്? എന്തുകൊണ്ട് ആദ്യം സൃഷ്ടിച്ച സ്ത്രീ എവിടെ പോയി? അവളുടെ പേര് ലിലിത്ത് എന്നാണ്. ദൈവം അവരെ അനുഗ്രഹിച്ച് നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി പെരുകുകയെന്നാണ്. എന്നാൽ ആ വാക്കേട്ട് ആദാം സ്ത്രീയുടെ അടുത്ത് ചെന്നപ്പോൾ അവൾ പറഞ്ഞു, ഞാനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, നിന്നെപ്പോലെ തന്നെ എൻ്റെ മേൽ അധികാരം കാണിക്കുവാൻ നിനക്ക് അവകാശമില്ല, ഞാൻ സമ്മതിക്കത്തില്ല. അവൾ പോയി കടലിൻ്റെ നടുവിൽ ഗുഹയിൽ പാർത്തു. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചു, പക്ഷെ അവൾ കേട്ടില്ല. പക്ഷെ ഒടുവിൽ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ സാത്താൻ, ഇയ്യോബിനെ പരീക്ഷിക്കാനായിട്ട് ചെന്ന സാത്താൻ, അന്നും ദൈവം അങ്ങനെ ഇരിക്കുമ്പോൾ സാത്താൻ ചെന്നു ദൈവത്തിൻ്റെ മുൻപിൽ, നീ എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഭൂമിയിൽ വല്ലാതെ നടന്നിട്ട് വരുന്നു, എൻ്റെ ദാസനായ ഇയ്യോബിനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ അവന് ചുറ്റും മുള്ളുവേലി കെട്ടിയിരിക്കുകയല്ലേ, ഞാൻ എന്ത് ചെയ്യാനൊക്കും? അപ്പോൾ പറഞ്ഞു, നീ അവൻ്റെ ആയുസ്സിനെ എടുക്കരുത്, അവൻ്റെ ജീവനെ എടുക്കരുത്, ബാക്കി എന്തുവേണേ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് യോബിനെ പരീക്ഷിക്കാനായിട്ട് സാത്താൻ ചെന്നത്. അത് നിങ്ങൾക്കത് അറിയാമല്ലോ. അതുപോലെ സാത്താൻ ദൈവത്തിൻ്റെ മുൻപിൽ ചെന്നു. കാരണം ഈ ദുർഘട സമയം അവനുമുണ്ടായി. അവൻ ചെന്ന് നിന്നപ്പോൾ സാത്താൻ പറഞ്ഞു, എന്തിന് ഞാൻ പറയുന്ന പോലൊരു സൃഷ്ടി ചെയ്യുക? എനിക്ക് സൃഷ്ടിക്ക് അധികാരമില്ല, ദൈവം തന്നിട്ടില്ല. നീ അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ സൃഷ്ടിയെ സൃഷ്ടിക്കുക, അപ്പോൾ കളി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ആദാമിന് ഗാഠനിദ്ര വരുത്തി. അവൻ്റെ ഭാര്യയുടെ അടുത്ത് മാംസം പിടിപ്പിച്ച് സ്ത്രീയെ സൃഷ്ടിച്ചു. അവളെ അവന് കൂട്ടായി കൊടുത്തു. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? എന്തുകൊണ്ട് സാത്താൻ ഹവ്വായുടെ അടുത്ത് ചെന്നും ആദാമിൻ്റെ ഭാര്യടുത്ത് സൃഷ്ടിച്ച സ്ത്രീയാണ് ഹവ്വായെന്ന് ഓർക്കണം. എന്തുകൊണ്ട് സാത്താൻ ആദാമിൻ്റെ അടുത്ത് ചെല്ലാതെ ഹവ്വായുടെ അടുത്ത് ചെന്നു? ഹവ്വായോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉണ്ട്, അത് ശരിയല്ല, അങ്ങനെ ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. എന്നെപ്പോലെ അല്ല, സാത്താനെ പോലെ, ദൈവത്തെ പോലെ. ദൈവത്തെ പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൃഷ്ടികർമ്മത്തിലുള്ള അധികാരമുണ്ടാകും. അവിടെയാണ് ഹവ്വ വഞ്ചിക്കപ്പെട്ടത്. ഹവ്വ പോയി ആദാമിനെ വഞ്ചിച്ചു. അവർ പാപം ചെയ്തു. ഇനി അതിനെക്കുറിച്ച് ഏതെങ്കിലും ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർക്കോ വേദപണ്ഡിതന്മാർക്കോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അറിവിന് വേണ്ടി മാത്രമല്ല, ലോകത്തിൻ്റെ അറിവിന് വേണ്ടി നിങ്ങൾ അതിനെ വിശദീകരിക്കുവിൻ. അങ്ങനെ ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു. അങ്ങനെ ലോകം മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ സാത്താൻ്റെ പ്രവൃത്തി ഇന്നും സ്ത്രീകളുടെ അടുത്താണ് കൂടുതൽ വരുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ പോലും പറയുന്നുണ്ട്.
നാനാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരവശങ്ങളും അനുഭവിച്ചിരിക്കുന്ന സ്ത്രീയുടെ അടുത്ത് ചെന്നിട്ട് ഈ അതായത് സഭയിലേക്ക് ചേർക്കാനുള്ള ആൾക്കാരെ ചെന്നിട്ട് അവരെ വശീകരിക്കുന്നു. ഇന്നും അത് തന്നെ നടക്കുന്നു. വശീകരണം നടക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. ലോകത്തിൻ്റെ ഏത് തിന്മ നടക്കുന്നുവെങ്കിലും അതൊരു സ്ത്രീ, നന്മയുടെയും തിന്മയുടെയും അവിടെ ഒരു സ്ത്രീയുടെ കൈവരുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാൻ വേണ്ടിയാണ്. ലോകം നശിക്കാനായിട്ട് പോകുന്നതിൻ്റെ ഉദാഹരണം ലക്ഷണങ്ങളെല്ലാം അതാണ്. ഒരു മനുഷ്യൻ എന്ത് ചെയ്താലും ഒരു സ്ത്രീക്ക് സാറ്റിസ്ഫൈ ആകത്തില്ല. എന്തിനാണ് മനുഷ്യൻ പണത്തിന് വേണ്ടി ഓടി നടക്കുന്നത്? കാരണം അവന് സ്ത്രീ സുഖം വേണം. സ്ത്രീയെ കൈ കിട്ടണമെങ്കിൽ അവൾക്ക് പണവും അവൾക്ക് സന്തോഷവും സുഖവും കിട്ടുന്ന എല്ലാ അവളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റണം. അതിന് പണത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ പണത്തിൻ്റെ പുറകെ ഓടുന്നത്. അല്ലാതെ ഏതെങ്കിലും നിസ്സാര കാര്യത്തിൽ പോയിന്ന് പറഞ്ഞാൽ അത് എണ്ണപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാത്തതെല്ലാം എവിടെയും നന്മയും ചിന്മയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നടക്കുന്ന ചില കാര്യങ്ങൾ എണ്ണപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ത്രീ നിരപരാധിയായിരിക്കുന്നു. അല്ലെങ്കിൽ സ്ത്രീയാണ് എല്ലാത്തിനും മൂർത്തി, എല്ലാ കാര്യങ്ങൾക്കും മൂർത്തി ഭാവമായിരിക്കുന്ന സ്ത്രീയാണ്. അറിയാമെങ്കിൽ പറഞ്ഞുതരാം. ലോകം അതിൻ്റെ ആദ്യത്തിലേക്ക് പോകുന്ന സമയത്തും ഇന്നും അത് ബൈബിളിൽ പറഞ്ഞ പല ഭാഗങ്ങളും ഞാനെടുത്ത് പറയാം. ഇപ്പോൾ പറയാൻ എനിക്ക് സമയമില്ല. ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ എന്ത് ചെയ്ത് സമാധാനവും സന്തോഷവുമായി ജീവിക്കണമെന്ന് കണ്ടാലും ആ വീട്ടിലെ സ്ത്രീ നിരൂപിച്ചാൽ അതിനെ ഇല്ലായ്മ ചെയ്യാനൊക്കും. ലോകത്തിലെന്തിനു വേണ്ടി നമ്മൾ അന്യോന്യം കലഹിക്കുന്നു? നമ്മൾ അന്യോന്യം വിവാഹം കഴിച്ച് ജീവിക്കുന്നുവെങ്കിലും ഒരു മനുഷ്യൻ എന്താണ് നിനക്ക് നിനക്ക് നന്മയല്ലാത്തത് എന്ത് ചെയ്തു എന്ന് പറയാൻ നിനക്ക് കഴിവില്ല എങ്കിൽ നീ എന്തിന് ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നു? ഇതാണ് ലോകജീവിതം. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഇത് തന്നെയാണ്. പണത്തിനു വേണ്ടി മനുഷ്യനെ വഞ്ചിക്കുന്നു. മനുഷ്യനെന്ന് പറയുന്നത് മനുഷ്യൻ എന്തിനു വേണ്ടി? പണത്തിനു വേണ്ടി മറ്റുള്ളവരെ വഞ്ചിക്കുന്നു. എല്ലാം സുഖജീവിതത്തിന് വേണ്ടി. സുഖജീവിതം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ സ്ത്രീ സുഖത്തിന് വേണ്ടി പുരുഷൻ പണം സമ്പാദിക്കുന്നു. പണം ഏത് വിധത്തിൽ സമ്പാദിക്കുന്നത് കണ്ടാലും നോക്കിയിട്ട് എവിടെ നിങ്ങൾ നോക്കിയാലും ഏത് കള്ളനും കൊള്ളരുതാത്തവനും അവൻ്റെ കൂടെ അവൻ്റെ ജീവിതം നൽകാനായിട്ടൊരു സ്ത്രീ കാണും. അവൻ കള്ളനാണെന്ന് കൊള്ളരുതാത്തവനാണെന്ന് കണ്ടാലും അവൻ്റെ പണത്തിനും സൗകര്യത്തിനും സുഖം പ്രാപിക്കുന്ന സ്ത്രീ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങളിത് മനസ്സിലാക്കുക. ഈ ലോകം സാത്താൻ്റെ പിടിയിലാണ്. സാത്താൻ്റെ പിടിയിൽ ആദ്യമുള്ളത് സ്ത്രീയാണ്. അവളാണ് ലോകത്തെ ചതിക്കുന്നത്. ഒരു സമാധാനം കൊടുക്കാത്ത, ജീവിതം കൊടുക്കാത്ത ഒരു സമൂഹം ഉണ്ടെങ്കിൽ സ്ത്രീ സമൂഹമാണ്. ഞാൻ പറഞ്ഞുതരാം. പല ഭർത്താക്കന്മാരും മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ സമാധാനവും സന്തോഷമായി ജീവിക്കുന്നു. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും കിട്ടുന്നു. എവിടെ നിന്ന് കിട്ടുന്നു? ഇന്ന് ഞാൻ പറഞ്ഞുതരാം. ഭർത്താവ് മരിച്ചാൽ 10 ദിവസം കഴിയുന്നതിന് മുമ്പേ പട്ടിയും പിടിച്ചുകൊണ്ട് റോഡിലിറങ്ങി നടക്കുന്ന
സ്ത്രീകളെ കാണാം. ആരെ കാണിക്കാനാ? അവരുടെ പുരയിടത്തിൽ സ്ഥലവും സൗകര്യമില്ല പട്ടിക്ക് തൂറാനും എടുക്കാനും, അല്ലെ പട്ടിയെ സന്തോഷിപ്പിക്കാൻ അവൾക്ക് അവിടെ വീടിൻ്റെയോ റോഡിൽ. ഇതൊക്കെ ലോകം കണ്ട് മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഇനിയും മനസ്സിലാക്കാൻ സമയം നമുക്ക് കിട്ടത്തില്ല. ഇത് അന്ത്യമായിരിക്കുന്നു മക്കളെ. ഒരു മനുഷ്യനും ആർക്കു വേണ്ടിയും സാക്രിഫൈസ് ചെയ്താലും അത് ആ മനുഷ്യർ മനസ്സിലാക്കണമെന്നില്ല. അവരുടെ മനോഭാവം വിട്ട് എങ്ങും മാറത്തില്ല. നീ പകലും അന്ത്യമില്ലാതെ ജോലി ചെയ്താലും നിന്നെ ഗവനിക്കാത്ത സമൂഹമാണെന്നുള്ളത്. നീ ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നുവെങ്കിൽ അവർ ഒരു കൂട്ടർ നിന്നെ നശിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് കാരണം ബൈബിളിൽ 1-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുക. സ്ത്രീ ആരുടെ സൃഷ്ടിയാണ്? സാത്താൻ്റെ അഡ്വൈസിൻ പ്രകാരം ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്തീയ സഭയിലെ മെത്താന പുരോഹിതനോ അല്ലെങ്കിൽ പെന്തിക്കോസ് പാസ്റ്റർമാരോ പറഞ്ഞു തരുവേൻ, ഞാൻ അതിന് ഉത്തരം തരാം.